ആദർശവാനായ മകന്റെ പിറന്നാളിന് പെറ്റ മനസ്സ് നിറയും. പിറന്നാൾ ദിവസം കല്യാണം കൂടിയായാലോ ആ സന്തോഷത്തിന് അതിരുകൾ ഉണ്ടാവില്ല. അങ്ങനെ ഒരു ദിവസം വരാൻ പോകുന്നു തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിക്ക്. പക്ഷേ നാളെ ഈ അഖിലാണ്ടേശ്വരിയുടെ കണ്ണിൽ സന്തോഷ കണ്ണീരല്ല നിറയാൻ പോകുന്നത്, മറിച്ച് രക്തക്കണ്ണീര. ആ ഒരു മുന്നറിയിപ്പ് കൂടി തരാനാ ഞാൻ ഇപ്പൊ വന്നത്. നാളെ ആനന്ദും ഗംഗയും തമ്മിലുള്ള കല്യാണം മുടങ്ങിയിരിക്കും. 3ാം തവണയും നിശ്ചയിച്ചുറപ്പിച്ച മകന്റെ കല്യാണം മുടങ്ങി. പറഞ്ഞ വാക്ക് പാലിക്കാനാകാതെ ജനമധ്യത്തിൽ തലകുനിച്ച് നിൽക്കേണ്ടി വരും തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിക്ക്. ഇത് മുന്നറിയിപ്പല്ല, ഉറക്കത്തിൽ നീ കണ്ട വെറും ഒരു പേക്കിനാവ്. അർദ്ധരാത്രിയിൽ വെറും വാക്കുകൾ പറയാതെ വന്ന വഴി തിരിച്ചു പോവാൻ നോക്ക്. ഇല്ലെങ്കിൽ രക്തം കുടിക്കാൻ അലഞ്ഞു തിരിയുന്ന ദുരാത്മാക്കൾ നിന്നെ തേടി വരും. കാരണം വിഷം നിറഞ്ഞ രക്തമാണ് അവർക്കിഷ്ടം. ചേച്ചി, ഈ ആനന്ദ് ഇപ്പൊ എവിടെ പോയിരിക്കുക? അതമ്മ ബ്രോ പുറത്തെങ്ങനെ കാണും, ഞാൻ പോയിട്ട് വിളിച്ചിട്ട് വരാം. അരവിന്ദ് വേണ്ട, ഞാൻ പോയി വിളിക്കാം. ഈ നേരത്ത് നീ എവിടെ പോയിരുന്നു ആനന്ദ്? ഞാൻ പുറത്തുനിന്ന് ഫോൺ ചെയ്യായിരുന്നു അമ്മേ. അപ്പോഴേക്കും അനിയൻ കൂടെ വന്നു. പിറന്നാൾ ആശംസകൾ നേരാൻ അവൻ എന്നെ ഔട്ട് ഹൗസിലേക്ക് വിളിച്ചു. അവിടെ ചെന്ന് കേക്കൊക്കെ മുറിച്ച് എന്റെ പിറന്നാൾ ആഘോഷിച്ചു. ഇതെന്താ കയ്യിലൊരു കവർ? ആ, ബർത്ത്ഡേ ഗിഫ്റ്റ്, പാൻസും ഷർട്ടും. ദാസേട്ടൻ തന്നോ? ഇല്ലമ്മേ, ദാസേട്ടനെ കണ്ടില്ല. ഇത് കല്യാണിയുടെ പിറന്നാൾ സമ്മാനമാ. ആനന്ദ് എന്തോ തീരുമാനിച്ചുറപ്പിച്ചാ നിൽക്കുന്നേ. അവൻ കല്യാണിയുടെ വിഷയം എന്നോട് തുറന്നു പറയാനുള്ള തീരുമാനത്തിലാ. അത് കേൾക്കാനുള്ള അവസരം കൊടുക്കരുത്. നിന്റെ പിറന്നാൾ ആഘോഷിക്കാൻ ഞങ്ങൾ എല്ലാവരും കേക്കും വെച്ച് കാത്തു നിൽക്കുന്നു. അപ്പൊ നീ ഔട്ട് ഹൗസിലും. എനിവേ കം, നമുക്ക് കേക്ക് മുറിക്കാൻ വരൂ. ഇനി അതല്ല, എനിക്കെതിരായി എന്തെങ്കിലും പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാനാണ് ശ്രമമെങ്കിൽ അതിന്റെ ഭവിഷ്യത്തുകൾ ഭയങ്കരമായിരിക്കും.
എന്ത് പുതിയ പദ്ധതി? അങ്ങനെയൊന്നും ഉണ്ടാകില്ല. ആനന്ദിനെ ഞാൻ കൂട്ടിക്കൊണ്ടുവരാം. നിങ്ങൾ എല്ലാവരും മണ്ഡപത്തിലേക്ക് വെക്കും. ശരി. ആ, കൃഷ്ണേട്ടൻ ആനന്ദിനെ കൂട്ടിക്കൊണ്ടുവരും. നമുക്ക് പോവാം. ശരി. നീ വാ. നിങ്ങളും കൂടെ പൊയ്ക്കോ, ഞാൻ അവനെ കൊണ്ടുവരാം. ആനന്ദ് മണ്ഡപത്തിലേക്ക് വന്നില്ലെങ്കിൽ ഭവിഷ്യത്തുകൾ ഭയങ്കരമായിരിക്കുന്നു അഖിലാന്റി പറഞ്ഞിട്ട് പോയത്. എന്താ നടക്കാൻ പോകുന്നോർത്ത് എനിക്ക് ഭയം തോന്നുന്നു. അന്ധസ്വാഭിജാത്യം നോക്കുന്ന അമ്മ, സ്നേഹവും കാരുണ്യം നോക്കുന്ന ബ്രോ. അമ്മയുടെ പിടിവാശി അതേപടി ബ്രോയ്ക്കുണ്ട്. വിചാരിക്കുന്നത് നടപ്പാക്കാൻ ശ്രമിക്കുന്ന കാര്യത്തിൽ അമ്മയും മോനും ഒരുപോലെ തന്നെ. ആര് വിചാരിക്കുന്നത് നടപ്പാകുമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അത് മുകളിലിരിക്കുന്ന ദൈവം തീരുമാനിക്കട്ടെ. വാ ശിരേഷ്. ആ ശരി. അയ്യോ, എങ്ങനെയുണ്ട് ചേച്ചി? അറേഞ്ച്മെന്റ്സ് ഒക്കെ സൂപ്പർ അല്ലേ? ഇതെല്ലാം എന്റെ ഏർപ്പാടുകളാ. ഈ ഗേറ്റ് മുതൽ കതിർ മണ്ഡപം വരെയുള്ള എല്ലാ കാര്യത്തിലും എന്റെ ഒരു പ്രത്യേക ശ്രദ്ധ തന്നെ ഉണ്ടായിരുന്നു. എന്തെങ്കിലും പോരായ്മ കണ്ട ചേച്ചി എന്നോടല്ലേ ചോദിക്കുക. ആണായിട്ടുള്ളവരൊക്കെ ഈ കല്യാണത്തിന് വിമുഖത കാണിക്കുന്നു എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാ ഞാൻ നേരിട്ട് കളത്തിലേക്ക് ഇറങ്ങിയത്. എല്ലാം നല്ല ഗ്രാൻഡ് ആകണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു. എന്നെ ഇഷ്ടമല്ലെങ്കിലും ഇത് നമ്മുടെ ആനന്ദിന്റെ കല്യാണമാണല്ലോ. എന്തെങ്കിലും കുറയ്ക്കാൻ പറ്റുമോ? ഇനിയിപ്പോ ചേച്ചി വാ. ഈ വെളിയിൽ വെക്കുന്ന കല്യാണ ചെറുക്കന്റെയും പെണ്ണിന്റെയും പേരിലുള്ള ബോർഡ് വരെ ഞാൻ തന്നെ പോയിരുന്ന് ഡിസൈൻ ചെയ്യിപ്പിച്ചതാ. 2 പ്രാവശ്യം കല്യാണം മുടങ്ങിപ്പോയതല്ലേ, അതുകൊണ്ട് ബോർഡ് വരെ സൂപ്പർ ആകട്ടെ എന്ന് വെച്ച്. നോക്ക് നോക്ക്. എന്താ ചേച്ചി, ഡിസൈൻ ഇഷ്ടപ്പെട്ടില്ലേ? അല്ല, ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കൊള്ളാമെങ്കിലും പറയേ. ഒന്ന് മോളെങ്കിലും ചെയ് ചേച്ചി. ഇതെങ്ങോട്ടാ? നമസ്കാരം. നമസ്കാരം. ഇതെങ്ങോട്ടേക്ക് കയ്യൊന്ന് വിടാ. ഇവിടെ നില്ല. എനിക്കവിടെ 100 കൂടെ പണിയുള്ളതാ. എനിക്കറിയാം നിന്റെ ഒരു ജോലി. നിന്റെ ജോലിയൊക്കെ എനിക്കറിയാടാ. സത്യം പറ, നീയല്ലേ ആ ബോർഡില് ഗംഗയ്ക്ക് പകരം കല്യാണിന്ന് എഴുതിപ്പിച്ചത്? കൊള്ളാം, ബുദ്ധിമതി. ഇളയമ്മ കണ്ടുപിടിച്ചു കളഞ്ഞല്ലോ. സമ്മതിക്കണം കേട്ടാ. കണ്ടുപിടിച്ചു കളഞ്ഞല്ലോ. ബോർഡിൽ ആനന്ദും കല്യാണിന്ന് മാറ്റി എഴുതിപ്പിച്ചതേ ഞാൻ തന്നെ. ഞാൻ വിചാരിച്ചു അത് കണ്ടപ്പോഴേ ഇളയമ്മയ്ക്ക് മനസ്സിലായിട്ടുണ്ടാവും.
എന്തുറ്റി? നീ എന്താ ആനന്ദിനും ഗംഗയ്ക്കുമാണ് കല്യാണം നടക്കാൻ പോകുന്നതെന്ന് മറന്നുപോയോ? അതോ ബോർഡിലെ പേര് മാറ്റിയാ നിന്റെ ഉള്ളിലിരിപ്പ് പോലെ അങ്ങ് കാര്യങ്ങൾ നടക്കുമെന്ന് വിചാരിച്ചോ? അതൊന്നും അല്ല ഇളയമ്മ. ബ്രോയും കല്യാണി എങ്ങനെ പിരിക്കുന്ന ഇളയമ്മ പ്ലാൻ ചെയ്യുമ്പോഴേ നെയിം ബോർഡിൽ പോലെ ഒരു പിരിയരുതെന്ന് കരുതി ഞാൻ ഇങ്ങനെ ഒരു ഏർപ്പാട് ചെയ്തതാ. അയ്യോ കഷ്ടം. എണ്ണ കെട്ടിയെന്നേ ഉള്ളൂ, നിനക്ക് ബുദ്ധി വളർന്നിട്ടില്ല. ബോർഡിലെ പേരുകാര് തമ്മിലെ കല്യാണം നടക്കൂന്ന് കരുതിയ നീ പമ്പര വിഡ്ഢിയാ. നീ നോക്കിക്കോ, അല്പസമയത്തിനുള്ളിൽ ആനന്ദ് ഗംഗയുടെ കഴുത്തിലെ താലി കെട്ടും, അത് ഉറപ്പാ. അവൻ ബോർഡിൽ പേര് മാറ്റി കളിക്കുന്നു. അയ്യോ ഇതൊക്കെ കാണുമ്പോ എനിക്ക് ചിരിയാ വരുന്നേ. അയ്യോ ചിരിച്ചു കഴിഞ്ഞോ? എന്നൊരു സൈക്കോളജിക്കൽ കോമഡി പറയട്ടെ. ആ നെയിം ബോർഡിലെ പേര് മാറ്റി എഴുതിച്ചതേ അമ്മയെ ടെൻഷനാക്കാൻ വേണ്ടിയാ. അഡ്വാൻസ് വിവാഹ മംഗളാശംസകൾ. താങ്ക് യു പ്രിയങ്ക. അതിരിക്കട്ടെ, പ്രിയങ്ക എപ്പ എവിടെയാ? ഞാൻ കല്യാണ മണ്ഡപത്തിലേക്ക് വരിക. വാട്ട്? മണ്ഡപത്തിലേക്ക് വരുവാണെന്നോ? എന്താ പ്രിയങ്ക ഇത്? എന്തിനാ നീ ഭയപ്പെടുന്നേ? ഞാനെന്താ കല്യാണത്തിന് വരണ്ടേ? കല്യാണത്തിന് പങ്കെടുക്കണ്ടേ? എനിക്ക് എന്റെ അനുജത്തിയുടെ കല്യാണം കാണണ്ടേ? എന്റെ എത്ര നാളത്തെ സ്വപ്നമാണെന്നോ ഇന്ന് നടക്കുന്ന നിന്റെ കല്യാണം. പ്രിയങ്ക പറയുന്നതൊക്കെ ശരി തന്നെ, പക്ഷേ ഓഡിറ്റോറിയത്തിലേക്ക് വന്ന അഖിലാണ്ടേശ്വരി കാണില്ലേ? അഖിലാണ്ടേശ്വരി കാണട്ടെ, അതൊക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം. നീ ഭയപ്പെടണ്ട. നീ കല്യാണ പെണ്ണ, സന്തോഷവതിയായിട്ട് നിൽക്കണം. ശരി, പക്ഷേ പ്രിയങ്ക മുഖം സാരി കൊണ്ട് മറച്ചു വേണം വരാൻ. എങ്ങനെ മറക്കണം? കഴിഞ്ഞ പ്രാവശ്യം കല്യാണത്തിന് വന്നതുപോലെ. അങ്ങനെ വന്നാ പിന്നെ അഖിലാണ്ടേശ്വരി കാണില്ല. ആനന്ദ്, ആനന്ദ്, അച്ഛാ എന്താ അച്ഛാ ഇത്? അച്ഛനമ്മയോട് ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. എന്തായാലും ഞാൻ ഇനി എന്റെ തീരുമാനത്തിൽ നിന്ന് മാറില്ല. ദയവേത് അച്ഛൻ താഴേക്ക് പോ. 10 മിനിറ്റിനകം തന്നെ എത്തി. ഇത്രയും നേരം മണ്ഡപത്തിലേക്ക് വരാതെ നീ ഔട്ട് ഹൗസിൽ എന്തെടുക്കായിരുന്നു? എന്ത് ചെയ്യാൻ, കല്യാണം എങ്ങനെ മുടക്കാന്ന് പ്ലാൻ ചെയ്തോണ്ടിരുന്നു കാണും. കല്യാണ പെണ്ണിന്റെ കോലം കണ്ടില്ലേ? കല്യാണത്തിന് പങ്കെടുക്കാൻ വരുന്നവർ എന്തു വിചാരിക്കുന്നൊരു തോന്നലെങ്കിലും വേണ്ടേ? ഇവിടുത്തെ കലവറയിൽ ജോലി ചെയ്യാൻ നിൽക്കുന്ന സ്ത്രീകൾ പോലും ഇതിലും വൃത്തിയായിട്ട് ഡ്രസ് അണിഞ്ഞു നിൽക്കുന്നത്. നിന്റെ കല്യാണം നടത്തുന്നത് തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയ.
അതെങ്കിലും നീ ഓർക്കണമായിരുന്നു. എന്താ നിന്റെ ഉള്ളിലിരിപ്പ്? നിന്റെ ഉള്ളിലിരിപ്പ് എന്താണെങ്കിലും അതങ്ങ് മറന്നേക്ക്. എന്റെ ആഗ്രഹം പോലെ ഇന്നീ 2 കല്യാണങ്ങളും നിശ്ചയിച്ച മുഹൂർത്തത്തിൽ ഇവിടെ നടന്നിരിക്കണം. അങ്ങനെ നടന്നില്ല എങ്കിൽ നടക്കാൻ പാടില്ലാത്ത പലതും ഇവിടെ നടക്കും. ഓർമ്മയിലിരിക്കട്ടെ എല്ലാവരുടെയും. നന്ദന, എന്താ ആന്റി വിളിച്ച? കല്യാണിയെ ഡ്രസ്സിംഗ് റൂമിലേക്ക് കൊണ്ടുപോയി കല്യാണ പെണ്ണായി ഒരുക്കി കൊണ്ടുവരണം. ശരി ആന്റി. വേഗം വേണം. ശരി. എന്ത് കണ്ടോണ്ട് നിൽക്കുക ഇവിടെ? പോയി ബാക്കി കാര്യങ്ങൾ നോക്ക്. നിന്നെ കുറ്റപ്പെടുത്തില്ല കല്യാണി. ഈ ഒരു അവസ്ഥ വന്നതുകൊണ്ടല്ലേ നിനക്ക് ഓഡിറ്റോറിയത്തിലേക്ക് വരേണ്ടി വന്നത്. അത് ആനന്ദിന് മനസ്സിലാവും. എന്നാലും വല്യുഞ്ഞി പറഞ്ഞത് നീ നോക്ക്. നിന്നെ ദാസേട്ടൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന കാര്യം അനിയൻ കുട്ടൻ ഈ സമയം കൊണ്ട് ആനന്ദിനെ അറിയിച്ചിട്ടുണ്ടാവും. ആനന്ദ് തീർച്ചയായും അതറിഞ്ഞ് അവിടെ അടങ്ങിയിരിക്കില്ല. ഉറപ്പായും ആനന്ദ് ഇവിടെ വരും. നീ സമാധാനപ്പെട്. നന്ദന, വാതിലോർക്ക്. പൂട്ടിയിട്ടില്ല, കേറി വാ. മോളെ, ഇതുവരെ എന്റെ മോൾ ഒരുങ്ങിയില്ലേ? മാഡം പറഞ്ഞു കേട്ടല്ലോ, തീരുമാനിച്ച 2 കല്യാണങ്ങൾ നടന്നില്ല എന്ന് വെച്ചാൽ വേറെ എന്തെങ്കിലുമൊക്കെ ഇവിടെ നടക്കും. എന്റെ കഴുത്തില് അറിയാം, അച്ഛനെല്ലാം അറിയാം. എന്റെ മോൾക്ക് ഈ കല്യാണം ഇഷ്ടമല്ല എന്ന് അച്ഛനറിയാം. ഇഷ്ടമാണോന്ന് കൂടി ചോദിക്കാതെ ഒരറവുമാടിനെ വിൽക്കുന്ന പോലെ സ്വന്തം മകളുടെ കല്യാണം നടത്തേണ്ട ഗതികേടായി അച്ഛൻ. അച്ഛനോട് ക്ഷമിക്കണം. നീ പറ്റുമെങ്കിൽ ശപിക്കാതിരിക്കാൻ നോക്കും. നീ എന്തിനാ വെറുതെ ആശങ്കപ്പെടുന്നത്? മുത്തച്ഛൻ എപ്പോഴും നിന്റെ കൂടെ തന്നെയുണ്ട്. അതുകൊണ്ട് ഒന്നും ഓർത്ത് വിഷമിക്കാതെ ധൈര്യമായിരിക്കൂ. മനസ്സിന്റെ ധൈര്യമാണ് എല്ലാ പ്രതീക്ഷകൾക്കും കരുത്ത് പകരുന്നത്. മനോധൈര്യം കൈവിടരുത്. മംഗളം ഭവന്തു. എന്നാ ഞാൻ ഇറങ്ങട്ടെ. മുത്തച്ഛ, എനിക്ക് മുത്തച്ഛന്റെ അനുഗ്രഹം വേണം. ദീർഘസുമംഗലീ ഭവ.
ആഹാ, അതിശയായിരിക്കുന്നല്ല. ഞാൻ ഇവിടുന്ന് പോകുമ്പോഴുള്ള കല്യാണിയെ അല്ലല്ലോ ഇത്. കണ്ണീര് സങ്കടമൊക്കെ എങ്ങോട്ട് പോയി? ആ, ആനന്ദ് ഫോൺ വിളിച്ച് ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? അല്ല, അതൊന്നുമല്ല. മുത്തശ്ശൻ ഇവിടെ വന്ന് എന്നെ അനുഗ്രഹിച്ചിട്ട് പോയി. മുത്തശ്ശനോ? ഏത് മുത്തശ്ശൻ? ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ലേ, ക്ഷേത്രത്തിൽ പോകുമ്പോ ഞാൻ എപ്പോഴും കാണാറുള്ള ഒരു സ്വാമിയെ പറ്റി. സ്വാമി എന്റെ ജീവിതത്തിൽ നടക്കുമെന്ന് മുൻകൂട്ടി പറഞ്ഞതൊക്കെ കൃത്യമായിട്ട് നടന്നിട്ടുണ്ട്. ഇപ്പോ എനിക്കൊരു വിഷമം ഉണ്ടായപ്പോ സ്വാമി എന്നെ തേടി ഇവിടെയും വന്നു. എന്റെ വിഷമങ്ങൾ അറിഞ്ഞ് ആശ്വസിപ്പിച്ച് എന്നെ അനുഗ്രഹിച്ചിട്ടാ മുത്തശ്ശൻ പോയത്. അയ്യോ, കഷ്ടമായിപ്പോയല്ലോ. എനിക്ക് സ്വാമി ഒന്ന് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. നന്ദിനി ഇങ്ങോട്ട് കേറി വരുമ്പോ കണ്ടിട്ടുണ്ടാവണമല്ലോ. ഇല്ല, ഞാൻ ആരെയും കണ്ടില്ല. പുറത്താരും ഇല്ലല്ലോ. ഏയ്, അങ്ങനെ വരാൻ വഴിയില്ല. എന്തായാലും പോവാൻ സമയമായിട്ടില്ല. വാ, കാണിച്ചു തരാം. അപ്പൊ ഗുരുജി, അപ്പൊ ഇത്രയും കാലം കല്യാണിയുടെ ജാതകം തിരുത്തി ഗംഗയുടെ ജാതകം എന്നും പറഞ്ഞ് അമ്മയെ പറ്റിക്കായിരുന്നല്ലേ ഗംഗ? അതെ, അതാണ് സത്യം. ഇത് വച്ചേക്ക്. എന്തിനാ നീ ഇതൊക്കെ ചെയ്തത്? നിന്നെ കൊണ്ട് ആരാ ഇതൊക്കെ ചെയ്യിച്ചെന്ന് എനിക്കറിയണം. നീ സത്യം പറയുന്നുണ്ടോ ഇല്ലയോ? എവിടെ എവിടെ നിന്റെ അച്ഛനും അമ്മയും? വിളിക്ക്. പ്ലീസ്, അവർക്കിതൊന്നും അറിയില്ല. ഞാൻ ആനന്ദിനോടുള്ള ഇഷ്ടം കൂടുതൽ കൊണ്ട് ചെയ്തതാ. നീ പറയുന്ന ഒന്നും ഞാൻ വിശ്വസിക്കില്ല. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി കബളിപ്പിക്കാന്ന് കരുതിയോ? എവിടെ നിന്റെ അച്ഛൻ? ആ നാഗമെടുത്ത പ്രിയങ്കയും നീയുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് ഞാൻ അയാളോട് ചോദിച്ചോളാം. ഗംഗ എന്റെ അനുജത്തി തന്നെയാ. അതെ, ഗംഗ എന്റെ സ്വന്തം അനുജത്തി തന്നെയാ. തൃച്ചംബരത്തെ ഇല്ലായ്മ ചെയ്യാൻ ഞാൻ തന്നെയാ ഇവളെ തൃച്ചംബരത്തേക്ക് അയച്ചത്. മിസ്റ്റർ എസ് ഐ, എന്റെ അമ്മാവനെ വിട്ടേക്ക്. അന്ന് കല്യാണ മണ്ഡപത്തിൽ ഞാൻ നിന്നെ അങ്ങ് തീർക്കണമായിരുന്നു. പെണ്ണല്ലേ, പോയി ജീവിക്കട്ടെ എന്ന് വച്ച് ക്ഷമിച്ചതാ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഇന്നത്തോടെ നിന്റെ കഥ കഴിഞ്ഞു.
മാഡം വേണ്ട, വിട്ടേക്ക്. നിയമപരമായിട്ട് എന്താണ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ അത് ഞാൻ ചെയ്തോളാം. വിടില്ല ഞാൻ. മാഡം, കല്യാണിയെ താലി കെട്ടാൻ വന്ന ഈ ഋഷി പോലും പ്രിയങ്കയുടെ ആളാ. പ്രിയങ്കയുടെ ബിസിനസ് പാർട്ണറാ ഈ ഋഷി. അതിന്റെ പിന്നിലും ചതി ഒളിഞ്ഞിരിപ്പുണ്ട്. ഓരോ പ്രാവശ്യവും തരം കിനാവുകളായി പോവുകയാണല്ലോ മോനെ. അമ്മ വിഷമിക്കണ്ട. നടന്നതെല്ലാം നല്ലതിനാണെന്ന് കരുതിയാൽ മതി. എല്ലാം ഒരു ദുസ്വപ്നമായി കരുതി മറന്നേക്കമ്മേ. പണം, പദവി, അധികാരം എല്ലാം ഉണ്ടായിട്ടും ഈ അമ്മയ്ക്ക് എന്റെ മോന്റെ കല്യാണം നടത്തിവെക്കാൻ പറ്റുന്നില്ലല്ലോ മോനെ. ഞാൻ ചെയ്ത പാപമാണോ അതോ ആരുടെയെങ്കിലും ശാപമാണോ? അമ്മയുടെ വേദന എനിക്ക് മനസ്സിലാവും. ഇനിയും ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ലമ്മേ. ഇന്നലെ രാത്രി ഞാൻ അമ്മയോട് ഒരു കാര്യം പറയാൻ വന്നിരുന്നു. പക്ഷേ അമ്മ അതിനുള്ള അവസരം എനിക്ക് തന്നില്ല. കഴിഞ്ഞ തവണ എന്റെ കല്യാണം നടക്കാൻ വേണ്ടി അമ്മ സമൂഹ വിവാഹം നടത്തിയില്ലേ? ആ ജോഡികളിൽ ഒരു ജോഡിയായിട്ട് ഞാൻ കല്യാണിയുടെ കഴുത്തിൽ താലി കെട്ടി. അമ്മയുടെ കൈകൊണ്ട് എടുത്തു തരുന്ന താലി കൊണ്ട് എന്റെ കല്യാണം നടക്കും. ഇത് സത്യം.